ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയതിനെ ന്യായീകരിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. മികച്ച ചികിത്സ ഉള്ളിടത്ത് പോയി ചികിത്സ തേടുന്നത് പുതിയ കാര്യമല്ല. എല്ലാ പാർട്ടി നേതാക്കളും ഇത്തരത്തിൽ ചികിത്സ തേടിയിട്ടുണ്ടെന്നും വി.കെ. സനോജ് പറഞ്ഞു. ഫേസ്ബുക്കിലും മറ്റ് മാധ്യമങ്ങൾക്കെല്ലാം കൂടി ചില പേരില്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായി ഐ ഡി വെളിപ്പെടുത്താത്ത കുറേ ആളുകൾ നടന്ന ജൽപ്പനങ്ങളാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, കേരളത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾ വിവിധ രാജ്യങ്ങളിൽ ചികിത്സ നേടിയിട്ടുണ്ട്. അത് ഇന്നും നേടിയിട്ടുണ്ട്, ഇന്നലെയും നേടിയിട്ടുണ്ട്, ഇനി നാളെയും നമുക്കെല്ലാം ആശ്രയിക്കാൻ വേണ്ടി കഴിയുന്നത് തന്നെയാണ്. ഇപ്പോൾ ലോകത്ത് എവിടെയാണോ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നത് അവിടെ ചികിത്സയ്ക്ക് പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഞ്ജു, മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയ വിഷയം വലിയ തോതിൽ തന്നെ വിവാദമാകുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. ഏതായാലും പ്രതിപക്ഷ നേതാവ് ഇത് രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പലതരത്തിലുള്ള വിമർശനങ്ങൾ ചുറ്റും നിന്ന് ഉയരുന്നുണ്ട്. ഡിവൈഎഫ്ഐ ഈ കാര്യത്തെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്, വിശദീകരിക്കുന്നത്? ലക്ഷ്മി, പുലർച്ചയോടുകൂടിയാണ് മുഖ്യമന്ത്രി തുടർ ചികിത്സയ്ക്കായിട്ട് അമേരിക്കയ്ക്ക് പുറപ്പെട്ടത്. വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് ഈ ചികിത്സ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ യാത്രയെ സംബന്ധിച്ച് വലിയ തരത്തിൽ പ്രതിപക്ഷം വിവാദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കെ സുരേന്ദ്രനും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നടത്തിയതുമാണ്. അതിനിടയിലാണ് ഈ യാത്രയെ സംബന്ധിച്ച് ന്യായീകരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ നേതാവ് വി.കെ. സനോജ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് ഇത്തരത്തിൽ മുൻപും പലരും അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല മുഖ്യമന്ത്രി മാത്രമല്ല ഇത്തരത്തിൽ ചികിത്സ തേടുന്നത്. അതൊരു പുതിയ കാര്യമായി കാണേണ്ടതില്ല എന്ന് പറഞ്ഞാണ് വി.കെ. സനോജ് ഈ മുഖ്യമന്ത്രിയുടെ ഈ ചികിത്സ സംബന്ധിച്ച് അമേരിക്ക യാത്രയെ സംബന്ധിച്ച് ന്യായീകരണം നടത്തിയിരിക്കുന്നത്. എല്ലാ പാർട്ടി നേതാക്കളും ഇത്തരത്തിൽ ചികിത്സ നേടാറുണ്ട്, അതൊരു പുതുമയുള്ള കാര്യമല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞു. അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.